പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം, യെശയ്യാ പ്രവചനം 19-ാം അധ്യായം 24-ാം വാക്യം. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി മിസ്രയീമിനോടും അശൂരിനോടും കൂടെ മൂന്നാമതായി ഇരിക്കും. ദൈവത്തിന് മഹത്വം. തിരുവചന ധ്യാനത്തിനായി കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ ദാനമായി തന്നല്ലോ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഭദ്രമായി സൂക്ഷിച്ച ദൈവത്തിൻ്റെ കൃപയും സ്നേഹത്തെയും ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരനുഗ്രഹമായിരിക്കും. ഇതൊരു വലിയ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. അക്ഷരികമായ ഇസ്രായേലിനെക്കുറിച്ചോ മിസ്രയീമിനെക്കുറിച്ചോ അസീറിയയെക്കുറിച്ചോ അല്ല യെശയ്യാ പ്രവാചകൻ ഇവിടെ പ്രവചിക്കുന്നത്. ഒരാത്മീകമായ ഒരു ഇസ്രായേൽ ബോഡി, ഒരു ഇസ്രായേൽ എന്ന് പറയുന്നതായ ദൈവത്തിൻ്റെ തത്വം ഈ ഭൂമിയുടെ മധ്യേ അനുഗ്രഹമായിരിക്കണം. നാം എല്ലാവരും ദൈവം ആത്മീകമായി ഉൾക്കൊള്ളുന്ന ഒരു ഇസ്രായേലിൻ്റെ ഒരു അംഗീകാരം ലഭിച്ച മനുഷ്യരാണ്. ദൈവം നമ്മെ ഭൂമിയുടെ മധ്യത്തിൽ അനുഗ്രഹമാക്കി വയ്ക്കുന്നതിന് മുമ്പ് നമ്മോട് കൂടെ ദൈവം വെറുത്തിരുന്ന പലതിനെയും അനുഗ്രഹമാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഇസ്രായേൽ എന്നുള്ളതായ ഒരു പേര് യാക്കോബിന് യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് ദൂതന്മാരുമായി മല്ലിട്ട് ജയിച്ചപ്പോൾ യാക്കോബിനോട് ദൂതന്മാർ പറയുകയാണ്, ഇനിയും നിന്നെ യാക്കോബ് എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം നീ ദൂതന്മാരോട് മല്ലിട്ട് ജയിച്ചതിനാൽ നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും. അതൊരു വാഗ്ദത്തമാണ്. യഥാർത്ഥത്തിൽ യാക്കോബിനോട് ദൈവം പറഞ്ഞതായ ഇസ്രായേൽ എന്നുള്ളതായ ഒരു നാമം, അത് കേവലം യാക്കോബിന് വേണ്ടി മാത്രമുള്ളതല്ല. അത് ഭൂമിയിലെ സകല മനുഷ്യരും ദൂതനോട് മല്ലിട്ട് ജയിക്കുന്നതായ മനുഷ്യരുടെ എല്ലാം ഒരു സൊസൈറ്റി, ഒരു സംഘടിത ബോഡി എപ്പോൾ രൂപാന്തരപ്പെടുന്നോ അവർക്ക് വേണ്ടി എല്ലാം ഒന്നായി വച്ചിരിക്കുന്നതായ ഒരു നാമമാണ്. ദൈവം അതിനുവേണ്ടി ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് കേൾക്കുവാൻ അല്പം അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ട് കാണും. ദൈവം മനുഷ്യനോട് ചെയ്യുന്നതായ ഒരു വാഗ്ദത്തമാണ്. അന്നാളിൽ നീ ഇസ്രായേൽ എന്നുള്ളതായ പേര് നിനക്കുണ്ടെങ്കിലും ആ പേരിപ്പോൾ ഒരു അനുഗ്രഹമല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു അംഗീകാരമുള്ളതായ ഒരു റെക്കഗ്നൈസ്ഡ് പേരാകുന്നില്ല. കാരണം നിൻ്റെ മേലുള്ളതായ അനേക അനുസരണക്കേടുകൾ ദൈവം കണക്കിലെടുത്തുകൊണ്ട് അത് ഇസ്രായേൽ എന്നുള്ളതായ ഒരു പേരിനാൽ നിന്നെ അംഗീകരിക്കുവാനും ഭൂമിയുടെ മധ്യത്തിൽ, ദേശത്തിൻ്റെ മധ്യത്തിൽ അനുഗ്രഹമാക്കി വയ്ക്കുവാനും ദൈവത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം സാധിപ്പിക്കുന്ന ഒരു ദിവസം നിശ്ചയിച്ചു. അതിനെ ദൈവം വിളിക്കുന്നു അന്നാളിൽ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വിരൽ ചൂണ്ടിക്കൊണ്ടൊരു വാഗ്ദത്തം പറയുകയാണ്, നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദിവസം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്ന് ദൈവം ചെയ്യുന്നതായ രണ്ട് പ്രവൃത്തി, മിസ്രയീമിനെയും അശൂരിനെയും നിന്നോടൊപ്പം കൊണ്ടുവന്നിരുത്തും. ദൈവം വെറുക്കുന്ന രണ്ട് ദേശമാണ്. മിസ്രയീമിൽ എന്ന് പറഞ്ഞാൽ ദൈവം പല പ്രാവശ്യം ദൈവം അഭയം കൊടുക്കുന്നൊരു സ്വഭാവം മിസ്രയീമിന് കൊടുത്തു. ദൈവമക്കളെ കണ്ടാൽ ദൈവത്തിൻ്റെ ജനത്തെ ബഹുമാനിക്കുന്ന, മാനിക്കുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന, ഗോശൻ ദേശം അവർക്ക് അവകാശമാക്കിയൊക്കെ കൊടുത്ത, യോസേഫിനെ മന്ത്രിയാക്കി വെച്ച ഇസ്രായേലിന് അല്ലെങ്കിൽ ആ യാക്കോബിൻ്റെ സന്തതികളോടൊക്കെ ദയ കാണിച്ചതായ, അബ്രഹാമിനോട് ദയ കാണിച്ചതായ, നമ്മുടെ കർത്താവിൻ്റെ മാതാപിതാക്കളോട് ദയ കാണിച്ചതായ ഒക്കെ ഒരുപാട് അനുഭവങ്ങൾ, ചരിത്രങ്ങൾ മിസ്രയീമിനുണ്ട്. എന്നാൽ അതിനങ്ങേപ്പുറത്ത് വേറൊരു സ്വഭാവം, സകലതും ലാഭക്കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവൻ, അടിമക്കച്ചവടം അവൻ്റെ സ്വഭാവമാക്കി. ആർക്കഭയം കൊടുത്തിരുന്നാലും അതിൽ നിന്ന് എനിക്കെന്ത് ലാഭം കിട്ടും, എന്ത് മിച്ചമാണ് എനിക്ക് കിട്ടുന്നതെന്ന് നോക്കി ആരെയും വിറ്റ് കാശ് വാങ്ങുന്ന ഒരു സ്വഭാവം മിസ്രയീമിന്. രണ്ട് സ്വഭാവത്തിൻ്റെ ഉടമകൾ, രണ്ട് സ്വഭാവത്തിൻ്റെ സങ്കരം മിസ്രയീം. അതിനുശേഷം അശൂരിലേക്ക് വരിക. അശൂർ എന്ന് പറഞ്ഞ കൂലിപ്പട്ടാളം.
ആരെ തല്ലണമെങ്കിലും ആർക്ക് യുദ്ധം ചെയ്യണമെങ്കിലും പട്ടാളക്കാരുടെ കുറവുണ്ടെങ്കിൽ അശൂരിനെ സമീപിച്ചാൽ മതി, അവർ കൂലിക്ക് പട്ടാളക്കാരെ വിട്ടുതരും. അഹങ്കാരം, ആർക്കും ഒതുങ്ങാത്തവൻ, ആരുടെയും നിയന്ത്രണത്തിൽ വരാത്തവൻ, അശൂരിൻ്റെ പല സ്വഭാവങ്ങളും തിരുവചനത്തിൽ നമുക്ക് വെളിപ്പെടും. എന്നാൽ ഇവിടെ പ്രവാചകൻ ഒരു വലിയ മഹത്തായ പ്രവചനം നടത്തുകയാണ്. ആരോടൊന്നില്ലാതെ പറയുകയാണ്, അന്നാളിൽ ഞാൻ ഇസ്രായേലിനെ ഭൂമിയുടെ മധ്യത്തിൽ ഒരു അനുഗ്രഹമാക്കും. ദൂതന്മാരോട് മല്ലിട്ട് ജയിച്ചതായ ഇസ്രായേലിനെ ദൈവം വെറുത്തിരുന്നതായ 2 സ്വഭാവങ്ങളെ 2 സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ സ്വഭാവങ്ങൾക്ക് രൂപാന്തരം വരുത്തി ഇവനോടൊപ്പം, ഒരിക്കലും ഇവനോടൊപ്പം ചേരുമെന്ന് നമ്മൾ വിചാരിക്കുന്നതേ ഇല്ലെങ്കിലും ദൈവം അവനോടുകൂടെ ചേർക്കുവാൻ പ്രസാദമായ ഒരു ദിവസം. അതേതാണ് ആ ദിവസമെന്നറിയാം. അതിനൊരു ദിവസമുണ്ട്. തിരുവചനത്തെ നാം ആഴമായി പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അതിൻ്റെ മതിൽ അളന്നു, മനുഷ്യൻ്റെ അളവിനെന്ന് വെച്ചാൽ ദൂതൻ്റെ അളവിന് തന്നെ. എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിക്കുവാൻ പോകുന്ന പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും അതിനു ചുറ്റും യെരുശലേമിന് ചുറ്റുമുള്ളതായ മതിലുകളെ അളന്നപ്പോൾ മനുഷ്യൻ്റെ അളവിനും ദൂതന്മാരുടെ അളവും ഒന്നായിത്തീരുന്ന ഒരു ദിവസം. പ്രൈസ് ദി ലോർഡ്. അതെന്തുകൊണ്ട് ദൂതന്മാരുടെ അളവിന് തത്തുല്യമായ ഒരു അളവ് മനുഷ്യൻ്റെ അളവുമായിട്ട് തത്തുല്യപ്പെടുത്തണം? ഇപ്പോൾ ദൂതൻ മിന്നുന്ന വാളുമായി കാവൽ നിൽക്കുന്നതായ ഒരു സ്ഥലമുണ്ട്. മനുഷ്യനെ ദൈവം പാപം മുഖാന്തരം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കേണ്ടതിന് ചുറ്റും മിന്നുന്ന വാളുമായി ദൂതന്മാരെ അവിടെ ദൈവം ഏൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ്റെ കർത്താവിനിൽ കൂടെ മനുഷ്യൻ സ്വായത്തമാക്കുവാൻ പോകുന്നതായ നിത്യജീവൻ്റെ അവകാശികളാകുവാൻ ഈ ദൂതൻ മിന്നുന്ന വാളുമായി നിൽക്കുന്ന ദൂതന്മാരുടെ മതിലിന് തത്തുല്യമായ അളവ് മനുഷ്യൻ പ്രാപിക്കണം. ഈ ദിവസത്തെ ചൊല്ലിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനിൽ കൂടെ പറയുന്നത്, അന്നാളിൽ ഞാൻ ഇസ്രായേലിനെ ഭൂമിയുടെ മധ്യത്തിൽ ഒരനുഗ്രഹമാക്കും. ഈ ഇസ്രായേൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ അംഗീകരിക്കപ്പെടുവാൻ, എന്നാൽ വിളിക്കപ്പെടുവാൻ ഈ ദിവസത്തേക്ക് കാത്തിരിക്കുന്ന ഒരു ജനം. അവർ ദൂതന്മാരുടെ അളവിന് തക്കതായ ഒരു അളവിനെ പ്രാപിക്കുന്നവരായിരിക്കണം. ഇല്ല എങ്കിൽ മിന്നുന്ന വാളുമായി നിൽക്കുന്ന ദൂതൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ആ ജീവവൃക്ഷത്തെ അനുഭവിക്കുവാൻ കഴിയാതെ വരുന്നു. എന്നാൽ മനുഷ്യനൊരു ദിവസമുണ്ട്, സകല ജാതികൾക്കൊരു ദിവസമുണ്ട്, ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ജനങ്ങൾക്കൊരു ദിവസമുണ്ട്. അവൻ അനുസരണം കെട്ടവനായി നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. മിസ്രയീം അവന് 2 സ്വഭാവമുള്ളവനാണ്. അവൻ മരിങ്ങാത്തവനാണ്, സകലത്തിലും ലാഭക്കച്ചവടം ചെയ്യുന്നവനാണ്, എല്ലാവരെയും അംഗീകരിക്കുകയും അഭയം കൊടുക്കുകയും ഒക്കെ സൽപ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനങ്ങേപ്പുറത്ത് അവനൊരു ലാഭക്കച്ചവടം. പ്രൈസ് ദി ലോർഡ്. പരീക്ഷകൾ എത്ര നേരിട്ടിരുന്നാലും കൂടെ കൂടെ ഹൃദയത്തെ കഠിനമാക്കുന്ന മരിക്കമില്ലാത്ത സ്വഭാവം. വീണ്ടും വേറൊരു ഭാഗത്ത് കൂലിത്തല്ലിനു വേണ്ടി കൂലിപ്പട്ടാളമായി അഹങ്കാരത്തോടെ ലോകത്തിലെല്ലാം അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം. ഇവരെ 3 പേരെയും ദൈവം തളച്ചു കൊണ്ടുവന്ന് ഒരു ചിറകിൻ കീഴിലാക്കി, ഒരു മതിലിൻ കീഴിലാക്കി, ഒരു മതിലിൻ്റെ അളവായി ഒരു ദേശത്തെ സൃഷ്ടിച്ച്, ഒരു രാജ്യത്തെ സൃഷ്ടിച്ച്, ഒരു നാമത്തെ സൃഷ്ടിച്ച് ഒരു മനുഷ്യനിലാക്കി അവരെ മാറ്റിയതിനു ശേഷം അവന് വിളിക്കുന്ന പേരാണ് ഇസ്രായേൽ. നിന്നെ ഇനിയും യാക്കോബ് എന്നല്ല, ഇന്ത്യ എന്നല്ല, ശ്രീലങ്ക എന്നല്ല, അമേരിക്ക എന്നല്ല, നീ വിളിക്കപ്പെടും ഇസ്രായേൽ. അതിൻ്റെ അർത്ഥമോ, നീ ദൂതന്മാരോട് മല്ലിട്ട് ജയിച്ചു. ഏത് ദൂതന്മാരോട്? ജീവവൃക്ഷത്തിന് കാവൽ നിൽക്കുന്ന ദൂതന്മാരോട്. എന്നെയും നിന്റെ സന്തതികളും അനുഗ്രഹിക്കപ്പെടുവാൻ ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. നിന്റെ നോട്ടത്തിൽ നീ അനുസരണക്കെട്ടവനായിരിക്കാം, നിന്നിൽ പലപ്പോഴും കഠിനമായ സ്വഭാവമുണ്ടായിരിക്കാം, ലാഭത്തിന് വേണ്ടി ഓടുന്ന ഏത് കാര്യങ്ങൾക്കും ദൈവികമാണെങ്കിലും മാനുഷികമാണെങ്കിലും അവിടെയെല്ലാം ലാഭം നോക്കി ലാഭത്തിന് വേണ്ടി വെട്ടോട്ടം ഓടുന്നതായ ഒരു സ്വഭാവം നിന്നിൽ കുടികൊണ്ടിരിക്കുന്നു. നിന്നിൽ കൂലിത്തല്ലിന് പോകുന്നതായ സകലത്തിനുടെ മധ്യത്തിൽ അഹങ്കരിച്ചും കൊണ്ട് സകലർക്കും വേണ്ടി യുദ്ധം ചെയ്ത് ജയിക്കാമെന്നുള്ള ഒരു വ്യാമോഹം നിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിലും ദൈവം നിൻ്റെ കൊമ്പുകളെ ഓടിച്ച്
ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കൊണ്ടുവന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൻ്റെ പേരാണ്, ദൈവത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്നാളിൽ. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ഒരു ദിവസം, ദൂതന്മാരുടെയും മനുഷ്യരുടെയും അളവുകൾ ഒന്നാകുന്ന ദിവസം. മനുഷ്യരുടെ അളവിനെന്ന് വെച്ചാൽ ദൂതന്മാരുടെ അളവിന് തന്നെ. അത് തമ്മിൽ ഒത്തുചേർന്നു, വ്യത്യാസമില്ല. ദൂതന്മാരുടെ അളവിന് തക്കമുള്ളതായ ഒരു വളർച്ച നിനക്കുണ്ടായി, ഒരു ചിന്ത നിനക്കുണ്ടായി. അങ്ങനെ ചിന്തയുണ്ടാകുമ്പോൾ ജീവവൃക്ഷത്തിൻ്റെ അവകാശിയായി നീ മാറുന്നു. ഭൂമിയുടെ മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജനമെന്ന് ദേശം നിന്നെ കാണും. ദൈവത്തിന് മഹത്വമുണ്ടാകും. ഇത് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നതുകൊണ്ട് കർത്താവിലുള്ളതായ ആ ദൂതന്മാരെയും ജയിച്ചതായ കർത്താവ്, മരണത്തെ ജയിച്ചവനായ കർത്താവ്, ജീവൻ്റെ ഉറവിടമായ കർത്താവിലുള്ളതായ ആശ്രയത്താൽ നാം ആ മതിലിലേക്കുള്ള വളർച്ച പ്രാപിക്കുന്നവരായി തീരുമ്പോഴാണ് നാം ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നത്. നമ്മുടെ ദേശത്തിന്, നമ്മുടെ ഭവനത്തിനും, നമ്മുടെ വ്യക്തികൾക്കും ഇപ്പോഴൊരു കെട്ട പേരുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തെ അനുസരിക്കാത്തവർ, ദൈവത്തോട് മല്ലിടുന്നവർ, ദൈവത്തോട് മത്സരിച്ച് നിൽക്കുന്നവർ, ദൈവപ്രമാണത്തിന് തത്തുല്യമായി ജീവിക്കുവാൻ കഴിയാത്തവർ എന്നൊക്കെ പേര് കാണും. പക്ഷെങ്കിൽ നിന്നെ തള്ളിക്കളയുവാൻ ദൈവത്തിന് മനസ്സില്ല. ദൈവം നിനക്ക് വേണ്ടി ഓരോ ദിവസങ്ങൾ നിശ്ചയിക്കുന്നു. അന്നാളിൽ പ്രൈസ് ദി ലോർഡ് നിൻ്റെ മുൻപിൽ ധാരാളം അവസരങ്ങളെ ദൈവം കൊണ്ടുവരികയാണ്. മിസ്രൈമിനെയും അശ്ശൂരിനെയും രൂപാന്തരപ്പെടുത്തി നിന്നോട് ചേർക്കുവാൻ ദൈവം താല്പര്യപ്പെടുന്നു. നിന്നെ ഒന്നായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ജനമായി, ഒരു മതിലായി, ഒരളവായി, ദൈവത്തിൻ്റെ കൈകളിലെ ആയുധണങ്ങുന്ന ആയുധമായി, സകലർക്കും മറവായി, സകലർക്കും രക്ഷയായി, സകലർക്കും ആശ്വാസമായി, തിന്നെ മതിലായി ദൈവം നിന്നെ പണിയുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രമാണം നമുക്കുണ്ടെങ്കിലും വളരെയധികം കൃപകളും ജ്ഞാനങ്ങളും നല്ല സ്വഭാവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ശരി, പലപ്പോഴും ലാഭത്തിന് വേണ്ടി നമ്മളെ തന്നെ നമ്മൾ വിൽക്കുന്നവരാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ പലപ്പോഴും നമ്മുടെ മേധാവിത്വം കൊണ്ട് നാം അനുസരിക്കാത്തവരാണ്. നമ്മുടെ കഴിവും പ്രാപ്തിയും നമ്മുടെ ഉന്നത ഭാവങ്ങളും കൊണ്ട് പോരിട്ട് ജയിക്കാമെന്നുള്ളതായ ഭാവം പലപ്പോഴും നമുക്കുണ്ട്. എന്നാൽ അതിനെയൊക്കെ ദൈവം തച്ചുടച്ച് ഒരു ദിവസം നമ്മെ പ്രസിദ്ധരാക്കുന്ന, ദൈവം കൈക്കൊള്ളുന്ന ഒരു ദിവസം, ദൈവം നൽകിയതായ പേര് ഇസ്രായേൽ, ആ പേരിന് യോഗ്യതയുള്ള ഒരു ജനമായി ദൈവത്തിൻ്റെ മുൻപിൽ വ്യത്യാസമില്ലാതെ ഏത് മനുഷ്യനെയും ആ ക്രിസ്തുവേശുവിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ കൂടെ ഒരു മനുഷ്യനായി കാണുവാൻ, ഒരു വ്യക്തിയായി കാണുവാൻ, ഒരു സഭയായി കാണുവാൻ, ഒരു സമൂഹമായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തെ, ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ആ ഒരു സാക്ഷാത്കാരം നമ്മുടെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രവാചകനിൽ കൂടെ സംസാരിക്കുന്നത് ഈ പ്രഭാതത്തിൽ നമ്മെ കേൾപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഭവനം ദേശത്ത് അനുഗ്രഹമായി തീരുവാൻ ദൈവം സമയം നിശ്ചയിക്കുന്നു. ആ സമയത്തെക്കുറിച്ചുള്ളൊരു ധാരണ, ഒരു അറിവ്, ഒരു ജ്ഞാനം നാം എപ്പോൾ പ്രാപിക്കും? ആ പ്രാപിക്കുമ്പോൾ നമ്മളിൽ നിന്നും മിസ്രൈമും അശൂരും ഇസ്രായേലും യാക്കോബും രൂപാന്തരപ്പെട്ട ഒരു മനുഷ്യരായി മാറും. ഈ രൂപാന്തര അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തുവാൻ, നമുക്ക് നടക്കുവാൻ യോഗ്യതയുള്ള ഒരു ജീവിത അനുഭവം ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ.